ദൈവത്തെ കർത്താവിനെ കാത്തിരിക്കണം. പ്രവാചകന്മാരുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല, പുരോഹിതന്മാരുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല, മനുഷ്യരുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. എനിക്കെൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. അതായത്, നമുക്ക് ലോകത്ത് എല്ലാ മനുഷ്യരെയും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. ലോകത്തുള്ള എല്ലാവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എത്ര പേര് ശത്രുക്കളാവും? ഒരുപാട് പേര് ശത്രുക്കളായിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന് ലോകത്തുള്ള എല്ലാവരുടെ, കാരണം അയാൾ മനുഷ്യനാണ്, അയാൾ ദൈവമല്ല. അയാൾക്ക് പ്രയോറിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങൾക്ക് മുൻഗണനകളുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്തേ പറ്റൂ, അത് അവസാനം ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് മനുഷ്യന്റെ അവസ്ഥ അതാ. ഏത് മനുഷ്യന് നിങ്ങളുടെ പ്രശ്നം മുഴുവൻ തീർക്കാൻ പറ്റും? നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കാതെ, നിങ്ങൾക്ക് ശുപാർശ കത്തില്ലാതെ, നിങ്ങൾക്ക് സമയം നോക്കാതെ കയറി ചെല്ലാൻ പറ്റുന്ന ലോകത്തൊരിടമേ ഉള്ളൂ, അത് ദൈവസന്നിധിയാണ്. മനസ്സിലായോ? ബാക്കി എല്ലായിടത്തും ചോദിക്കും സെക്യൂരിറ്റി, അപ്പോയിൻമെന്റ് ഉണ്ടോന്ന്, പറഞ്ഞിട്ടുണ്ടോന്ന്, വരാൻ പറഞ്ഞാണോന്ന്, ഇത് അസമയമാണെന്ന്, ഇപ്പൊ കാണാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ പറയാത്ത ഒരിടമേ ഉള്ളൂ, അത് ദൈവസന്നിധിയാണ്. അവിടെ ഇരിക്കാൻ ഒരു ദൈവ പൈതല് പഠിക്കണം. കർത്താവിന്റെ മുമ്പിൽ ഇരിക്കാൻ, കർത്താവിന്റെ മുമ്പിൽ ഇരിക്കണം. ഇങ്ങനെ ഇരുന്ന് ദൈവസ്വരം കേൾക്കണം. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, 100 കണക്കിന് നീറുന്ന പ്രശ്നമായിട്ട് ഇവിടെ ഇരിക്കുന്നവരുണ്ടെന്ന് ഞാൻ പറയാണ് നിങ്ങളോട്, ദൈവസന്നിധിയിൽ ഒരു പരിഹാരമുണ്ട്. പക്ഷെ അത് നീ ചോദിച്ചാൽ കിട്ടുന്നത്ര വേഗത്തിൽ ഡാനിയേൽ ചോദിച്ചാൽ കിട്ടില്ല. നിന്റെ പ്രശ്നം നീ ചോദിക്കണം. കർത്താവേ, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊരു സഭ വേദനയോടെ കരഞ്ഞ് യാചിച്ച് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി മാറ്റി നിർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.